അത് ശരിക്കുങ്ങളൊന്ന് കേട്ടോളി. മൂപ്പര് ആ രംഗം ഞാനൊന്ന് കാണിക്കാന്നുണ്ട് എന്റെ പ്രസംഗം അപ്പുറം ഇപ്പുറം കട്ടിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രംഗം മൗലവി, എന്തായാലും രംഗോ ഞാൻ പറയാം. ഈ രംഗം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല അല്ലേ മൗലവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല. നിങ്ങളല്ലാത്ത ആരെങ്കിലും പറയൂ? ഈ കള്ളചാറെന്ന് പറയുന്നത് നിങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു, ഞാനത് പിടിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു ആ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്, സ്വീകാര്യോഗ്യമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് മാത്രമല്ല, ഉമ്മയും ബാപ്പയും കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മുതിർന്നവർ വരുമ്പോൾ, ഉസ്താദുമാർ വരുമ്പോൾ, അലിമീങ്ങൾ വരുമ്പോൾ, ആദരിക്കപ്പെടുന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പോരാ. എന്നിട്ട് ഞാൻ അതിന് തെളിവും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോ ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരാൾ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് തെളിവ്. അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ വകയിൽ ഹദീസും ഖുർആനും നോക്കി മതം പറയുന്ന ആളല്ല. ഞാൻ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു നോക്കി പറയുന്ന ആളാണ്. ബുജൈരിമിയിൽ ഖൂമൂ ലിസയ്യിദിക്കും എന്ന് തന്നെ എടുത്തു ധരിച്ചുകൊണ്ട് ബുജൈരിമിയിൽ നിങ്ങൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഖൂമൂ ലിസയ്യിദിക്കും എന്ന വാക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് തെളിവാണ് എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഖൂമൂ ലിസയ്യിദിക്കും എന്ന ഹദീസ് തെളിവ് പറഞ്ഞു. അത് തന്നെ ഫതാവൽ ഹദീസിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഖൂമൂ ലിസയ്യിദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഇമാമിങ്ങൾ കള്ളം പറഞ്ഞതാണോ? അല്ല, മറിച്ച് ഖൂമൂ ഇലാ സയ്യിദിക്കും, ഖൂമൂ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലുണ്ട്. ഇല എന്ന് പറഞ്ഞാലും ലീ എന്ന് പറഞ്ഞാലും രണ്ടും അർത്ഥം തുല്യമാണ് അവിടെ എന്ന് കണ്ടോളൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് വമഅത്തുല്ല ബിഹി മിനൽ ഫർഖ് ബൈന ഇലാ വല്ലാം ദഈഫുൻ. ലാം ലീ എന്നതും ഇല എന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊരാൾ കാരണം പറഞ്ഞത് അത് ദുർബലമാണ്. ലിഅന്ന ഇല ഫീ ഹാദൽ മഖാമി അഖ്ഖമു മിനൽ ലാമി. ഇല എന്ന് റിപ്പോർട്ട് വന്നാൽ ലാം വരുന്നതിനേക്കാൾ കൂടുതൽ തെളിവിന് പര്യാപ്തവും കൂടുതൽ അത് പ്രകടവുമാണ്. കഅന്നഹു ഖീല ഖൂമു വംശു ഇലൈഹി തലഖിയൻ വഇക്റാമൻ. നിങ്ങൾ ചെന്ന് സ്വീകരിച്ച്, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചെന്ന് സ്വീകരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ വരിക? അപ്പൊ കൂടുതൽ അർത്ഥം വരികയുള്ളൂ. അതുകൊണ്ട് ലി സയ്യിദിക്കും എന്നതും ഇലാ സയ്യിദിക്കും എന്നതും തമ്മിൽ വ്യത്യാസമില്ല, അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ വ്യാഖ്യാനത്തിലും പറഞ്ഞു. നാം മൗലവി ഇവിടെ വന്നിട്ട് ഒരൊറ്റ വെല്ലുവിളി എന്നെ അല്ല മൗലവി, മുമ്പ് ഫൈൻ സിബിനെ വെല്ലുവിളിച്ചത് എന്റെ ഓർമ്മയില്ലേ? പിന്നെ ഇപ്പോ ഇങ്ങനത്തെ വെല്ലുവിളിച്ചിട്ട് വീണ്ടും വെറുതെ വഷളത്തരത്തിന് നിൽക്കണോ? മൗലവി പറഞ്ഞതെന്ന് കേട്ടോളി. അതാദ്യം ഞാൻ കേൾപ്പിക്കുന്നത് മൗലവി. എന്നിട്ട് ഈ രംഗം ഞാൻ പ്രസംഗിച്ച രംഗം ഏതാണ്, വിഷയം എന്താണ് എന്നത് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് വെറും ഹൂമൂല് ചെയ്തിരിക്കുന്നത് മാത്രം കേൾപ്പിച്ചിട്ട് അയാൾ അവതരിപ്പിക്കുന്നതെന്ന് കേട്ടോളൂ. എന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണം പറഞ്ഞുതരാം. ഇവിടെ വെച്ച് പറഞ്ഞല്ലോ, ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? കേട്ടോളൂ. ഖൂമൂ ലിസയ്യിദിക്കും, ഖൂമൂ ലിസയ്യിദിക്കും എന്ന് ബുഖാരിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്, കട്ടുപ്പാറയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ആ രംഗം ഞാൻ കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് മൂപ്പര് കട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എന്താ ഇത് മൂപ്പര് ഇങ്ങനെ കട്ട് വെച്ച് കാണിക്കാൻ കാരണോ? ഞാൻ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ട് തന്നെ കാണിച്ചിരുന്നു വെക്കരങ്ങോ. എന്തിനാ മൂപ്പര് കട്ട് വെച്ച് കാണിക്കുന്നത്? എന്തിനാണ് അത്? മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാദാപുരത്ത് വന്നിട്ട് ദുർബലമായ ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനത് പിടിച്ചിട്ട് അത് ലൈഫാണ് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. അതിന് മൂപ്പർക്ക് മറുപടി പറയാൻ അറിയൂല, മറുപടി പറയാനില്ല. മൗലവി പെട്ടതാ, ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് പെട്ടതാ. അപ്പൊ അതിന് മൂപ്പർക്ക് മറുപടി ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി വിഷയം മാറ്റുകയാണ്. എന്നിട്ട് ഖൂമൂ ലിസയ്യിദിക്കും ബുഖാരിയിലുണ്ടോ? ബുഖാരിയിൽ ഇല്ലാന്ന് മൂപ്പര് പറയും. ആദ്യം
ഞാൻ നാദാവൃത്ത് പറഞ്ഞത് അയാൾ വെക്കും പോലെ പകുതി കട്ടിട്ട് വേണ്ട, പൂർണ്ണമായി തന്നെ ആ വിഷയം ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടോളൂ. അത് വെച്ചുവിട്ടവനെ പ്രാവശ്യം വന്നിട്ട് പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമുസ്ലിം സഹോദരന്മാര് ചിലരെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കും പോലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ നിൽക്കണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതാ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി നിങ്ങൾ ലഈഫൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് തലേക്കെട്ടിന്റെ ഹദീസൊക്കെ ലഈഫാണെന്ന് പറഞ്ഞില്ലേ, റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് മൗലവി. അത് നിങ്ങളെ നമ്മളെ ജബ്ബാർ ബാക്കവിനെ പോലെ നേരത്തെ തോറ്റപ്പ തലയെ കെട്ടിയ ഏതോ ഒരു മൗലവി കോട്ടക്കെന്ന് പറഞ്ഞു കൊണ്ട് പറ്റിച്ചതായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അബൂദാവൂദിന്റെ ശറഹിലും പറയുന്നു. അങ്ങനെ അബൂദാവൂദിന്റെ ശറഹ് ഞാൻ നോക്കി വായിക്കുന്നു, ഖാല തബ്റാനി ഹാദൽ ഹദീസ് ലഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ് കേട്ടോ. ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിയുടെ പിന്നാലെ പോയിട്ട് റസൂലുള്ള വരുമ്പോ പോലും എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കല്ലേ മുജാഹിദേ. ബുഖാരിയിൽ ഹദീസുണ്ടേ മുജാഹിദേ, റസൂലുള്ള പറയുന്നു, നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവീൻ എന്ന് സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ടേ. അതുകൊണ്ട് ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരെ. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഹദീസ് ലൈഫാണ് എന്നതിന് മൂപ്പർക്ക് മറുപടിയില്ല. മൂപ്പര് നാദാവൃത്ത് വന്നിട്ട് മൂപ്പര് വിചാരിച്ചത് ഷാർജയിലെ റൂമാണെന്നാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിച്ചപ്പോ അത് ലൈഫാണ് ഞാൻ തെളിയിച്ചപ്പോ മൗലവിക്ക് മറുപടിയില്ലാതെ മറുപടി മുട്ടിയപ്പോ മൗലവി അതിനെപ്പറ്റി ഒന്നും പറയാതെ മൂപ്പരെന്താ പറയുന്നത്, ഓമോല് സയ്യിദിക്കുന്നു ബുഖാരിയിലില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓമോല് സയ്യിദിക്കും എന്ന് ഇമാമിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ ഓമോ ഇലാ സയ്യിദിക്കും, ഓമോ ഇലാ സയ്യിദിക്കും, ഇലാ എന്നും ലീ എന്നും വന്നാൽ അർത്ഥം ഒന്ന് തന്നെയാണ്, ഉദ്ദേശം വ്യത്യാസമില്ലെന്ന് ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അർത്ഥം മാറാത്ത വാചകം കൊണ്ട് അതാ റിപ്പോർട്ടുകൾ പറയുന്നതിന് വിരോധമില്ലെന്നത് ഹദീസിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. ആ നിലക്ക് മഹാനായ അല്ലാമാ ബുജൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഓമോല് സയ്യിദിക്കും എന്ന് ഉദ്ധരിച്ചത് അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഓമോ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലില്ലേ. നമ്മളെ വിഷയം എന്താണ്? ഇലാന്നാണോ ലീന്നാണോ? അല്ല, നമ്മളെ വിഷയം അതാ ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാമോ എന്നുകൂടെ. പച്ചക്കള്ളം, ആശയപരമായി തന്നെ പച്ചക്കള്ളം വ്യക്തമായി എഴുതിയിട്ടുള്ള നിങ്ങൾ ഇത് അതാ ഇമാമിങ്ങൾ എഴുതിയതുപോലെ ഇല എന്നും ലീ എന്നും ഒരേ അർത്ഥമായതുകൊണ്ട് ഇമാമിങ്ങൾ ഇല എന്ന സ്ഥലത്ത് ലീ എന്നെടുത്തുദ്ധരിച്ചത് അത് ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് അതൊരു കളവായി ചിത്രീകരിച്ച് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി. ഇത് അൽമനാറാണ്. ഇത് ഒരു മൗലവിക്ക് മാത്രം ബാധകമല്ല, നിങ്ങളെ എല്ലാ മൗലവിമാർക്കും ബാധകമാണ്. അൽമനാറിൽ എന്താ ബുഖാരിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത് കേട്ടോളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ജനങ്ങൾ ഒറ്റക്കും പല സംഘങ്ങളുമായും ഖിയാമു റമളാൻ നിർവഹിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഒരു ഇമാമിന്റെ കീഴിലാക്കി, ഒരു ഇമാമിനു കീഴിലാക്കി 11 റക്അത്ത് നിസ്കരിക്കുവാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത്. ബുഖാരി ചോദിക്കുന്നു, മൗലവി സഹീഹുൽ ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിൽ കാണിച്ചു തരാമോ? വെറും സലഫിയോട് മാത്രമല്ല ചോദ്യം, മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ സർവ്വ ISM-കാരനോട് ചോദിക്കുന്നു, MSM-കാരനോട് ചോദിക്കുന്നു, എല്ലാ KNM-കാരനോടും ചോദിക്കുന്നു, AP അബ്ദുൽ ഖാദർ മൗലവിയോടും ചോദിക്കുന്നു, ഹുസൈൻ സലഫിയോടും ചോദിക്കുന്നു, എല്ലാ മൗലവിമാരോടും ചോദിക്കുന്നു, നിങ്ങളെ അൽമനാൻ നിങ്ങളെ മുഖപത്രത്തിൽ ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം കൊടുത്തതല്ലേ? ബുഖാരിയിൽ ഇങ്ങനെ ഒരു 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ടോ? ഇത് പച്ചക്കള്ളമല്ലേ?
ഇതൊരു വ്യക്തി എഴുതിയതല്ലല്ലോ, അനൗദ്യോഗികമായ പത്രമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ മുന്നിയൂർ വാക്കബിയുടെ ഒരു പുസ്തകത്തിൽ തറാവീഹിന്റെ എണ്ണം പറഞ്ഞ സ്ഥലത്ത് 20 റകഅത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റുള്ള വിഷയങ്ങൾ ബുഖാരിയിൽ ഉള്ളതായതിനാൽ അത് എടുത്തുദ്ധരിക്കുന്ന സ്ഥലത്ത് ബുഖാരി എന്ന് കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ ബുഖാരിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? അതേ സമയത്ത് ബുഖാരിയിൽ 11 റകഅത്ത് നിസ്കരിക്കാൻ, ഖിയാം റമളാൻ നിസ്കരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് കൂടി കൽപ്പിച്ചതായി ഒരു ഹദീസ് ബുഖാരിയിൽ ഇല്ല കേട്ടോ. എന്തിനാണ് ഇവർ ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരിൽ മേൽ കള്ളം വെച്ച് കെട്ടുന്നത്? അൽമലാറിൽ ഇല്ലാന്ന് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ആൺകുട്ടികളുടെ നിഷേധിക്കാം, അൽമലാർ കൽപ്പിച്ചിട്ട് ഞാൻ പറയും. ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്ന ഈ മൗലവിക്ക് ഒരു പ്രശ്ന. മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അത് പിടിച്ചു കാണിച്ചിട്ടില്ലേ? എന്നിട്ട് ഇപ്രാവശ്യം വന്ന് 2 ദിവസം അതിന് പാട്ടും പാടിപ്പോയല്ലേ മൗലവി? മറുപടി പറഞ്ഞോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറഞ്ഞതാണ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അത് ഒറ്റ അക്ഷരയെ പറ്റി പറയാതെ പോയില്ലേ മൗലവി നിങ്ങൾ നാദാവിടുന്ന് പാട്ടും പാടിയിട്ട്? അവന് ചുട്ടവനെ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം വിദേശത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കട്ടുകളഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. ഞാൻ കട്ടതല്ല, അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല. എനിക്കത് കട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ പറയുന്നത് ഞാൻ പെണ്ണുങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കണമെന്നാ പറഞ്ഞത്, ആണുങ്ങളെ പറ്റിയല്ല. പുരുഷന്മാരും നബി പഠിപ്പിച്ചതുപോലെ ചെയ്തു, സ്ത്രീകളും ചെയ്തു എന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങുന്നത്. അപ്പൊ പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറയാതിരുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. അങ്ങനെ സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുങ്കയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. മൗലവി വെറുതെ സാധാരണ ആൾക്കാർ പറയും പോലെ അകത്തെടുക്കുന്ന മെഴു കൊണ്ടുവന്ന് കാലും വെലിട്ടു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യവും കൂടി എന്നോട് ചോദിപ്പിക്കാനാണ് മൗലവി വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളി നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് തീർത്തും നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം. കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകൈ അതെന്തിനാ ഇയാൾ കട്ടത്? മുൻ എന്ന് കേൾക്കുന്നുണ്ട്. മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ മുഴുവനും? എന്തിനാ അങ്ങനെ കക്കുന്നത്? ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ എന്നാ ചോദിക്കുന്നു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവുമൊഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണ എന്ന് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ ക്ലാസ് കേൾക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മുങ്കയും മുഖവും അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയി വന്ന ആളുകൾ ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മറച്ച് മടങ്ങി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അത് മൗലവി വായിച്ച് ഇതുപോലെ CD-യിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞിട്ട് 2 ദിവസം വന്ന് പാട്ടും പാടി പോയതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലവി കള്ളം പറഞ്ഞു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ക്ലിപ്പിട്ട് കാണിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞത്. എന്നിട്ടൊരക്ഷരം അതിനെപ്പറ്റി മിണ്ടാതെ ഒഴിഞ്ഞു മാറിയില്ലേ മൗലവി? ഇനിയും ആവർത്തിച്ച് ചോദിക്കുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ?
അത്തരം മൗലവിമാരുടെ വാക്ക് മൗലു അല്ലേ, തള്ളപ്പെട്ടതല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് തെളിവിൽ സ്വീകരിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ ഹദീസ് ഒന്ന് കാണിക്കൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് നിങ്ങൾ കാണിച്ചില്ലല്ലോ, പാട്ടും പാടി പോവുകയല്ലേ ചെയ്തത്. നിങ്ങളല്ലായിരുന്നോ നിങ്ങളെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മുൻകൈ എന്ന സ്ഥലത്തുനിന്ന് ഞാൻ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞൊരു കത്രിക വെച്ചിട്ട് കാണിച്ചിരുന്നത്? ഇപ്പം കത്രികയുടെ പണിയൊക്കെ നിർത്തിയോ മൗലവി? ചോദിക്കട്ടെ, എന്തേ മറുപടി പറയാതിരുന്നത്? ഞാനതിന്റെ വിശദമായ വിവരണവും നിങ്ങൾ കത്രിക വെച്ച് കാണിച്ചതിന്റെ ശരിയായ വിവരണവും നിങ്ങൾ എന്നെ ബാക്കി കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാക്കി ഞാൻ കേൾപ്പിച്ചു തന്നതും കഴിഞ്ഞ എന്റെ പ്രസംഗത്തിന്റെ സീഡിയിലില്ലേ? മൗലവി ഇപ്പോഴെന്തേ കത്രിക പണി നടക്കാത്തത്? എന്തേ അത് പറയാത്തത്? എന്തേ ഉൾവലിഞ്ഞു പോയത്? വിജയമില്ലെന്ന് കണ്ടിട്ടാണോ? പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞിട്ട് ഞാനത് പിടിച്ചതിന്റെ പേരിൽ നാണക്കേടായിട്ടാണോ മൗലവി? ഇനിയൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെയും അള്ളാന്റെ റസൂലിന്റെയും പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിലായിരിക്കുന്നതിൽ വല്ല സംശയമുണ്ടോ? മൗലവി പച്ചക്കള്ളം അള്ളാന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞില്ലേ, മുഖയും മുഖവും ഒഴിച്ച് ബാക്കി മറിച്ചിട്ട് പോകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് എവിടെയെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞോ? എന്നാൽ അത്തരം ആളുകൾ നരകത്തിലാണ് എന്ന്, നേരത്തെ നരകത്തിൽ കിടക്കുന്ന ഓർത്ത് കരഞ്ഞോളിന്ന് മൗലവി പറഞ്ഞു കേട്ടല്ലോ, നരകത്തിലാണ് എന്ന് മൗലവി പറയാം. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത ഒരു സംഭവം, അതല്ലെങ്കിൽ റസൂല് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? അത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മളോട് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാലം അഖുൽ എന്നും റിവായത്തുണ്ട്, റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ പറയുന്നവന്റെ ഗതി എന്താണ്? അവൻ നരകത്തിൽ തന്നെയാണ്. അതാ മൗലവി നേതൃത്വത്തിൽ നരകത്ത് കിടക്കുന്ന ഓർമ്മിച്ച് കരഞ്ഞോളി എന്ന് മൂപ്പര് പറയാൻ കാരണം അതാ. കാരണം മൗലവി പറഞ്ഞു ഒന്നും നബി പറയാത്താണെന്ന് മൗലവിക്ക് തന്നെ അറിയാം. ഇനി അടുത്ത എന്താണെന്നറിയോ? മൗലവി